Fourier transform. നിങ്ങൾ നോട്ടൊന്നും എഴുതുന്നില്ലേ? കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ? ഫോമുലാസ് കാര്യങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേഗം എഴുതിയെടുക്കാൻ പറ്റൂല. ജസ്റ്റ് ഫോമുല എഴുതുക, പ്രോബ്ലം ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ടല്ലോ. നിങ്ങൾ എഴുതുന്നില്ലേ ക്ലാസ് ടൈമിൽ? അഭിരാഗ്, അഭിരാഗ്, അദ്വൈത്, അദ്വൈത്, Advait, how to find Fourier transform of a function f of x? Unmute ചെയ്തിട്ട് പറഞ്ഞേ. What is Fourier transform of f of x, or what is the formula for finding Fourier transform of f of x? Hello, ma'am. Okay, കണ്ടു പറ. 1/√2 pi into integral of minus infinity to infinity f of x e raised to minus I omega x dx. Very good. So that is Fourier transform of a function f of x. Abin ഓർമ്മയുണ്ടോ ഈ ഒരു ഫോർമുല? ഒന്നുമില്ല, നമ്മൾ ആ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ ഇ റേസ് ടു മൈനസ് ഒമേഗ എക്സ്, ദെൻ ഇന്റഗ്രേറ്റ് ഇറ്റ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആൻഡ് മൾട്ടിപ്ലൈ ബൈ 1/√2 pi. Then you will get the transform of f of x. ഫോർമുല മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഫോർമുല പഠിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ യു ഹാവ് ടു സ്റ്റഡി ഈച്ച് ആൻഡ് എവറി ഫോർമുല ഇൻ ദിസ് മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂളിലും അതെ, ലാപ്ലേസ് ട്രാൻസ്ഫോമിലും അതെ, ഫോർമുലാസ് ആണ് ഒരുപാട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇവിടെ ഒക്കെ ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻസ്. ഇവിടെ നിങ്ങൾക്ക് ഫോർത്ത് മൊഡ്യൂൾ എന്നാലും ആപ്ലിക്കേഷൻ ടൈപ്സ് പ്രോബ്ലംസ് വരുമല്ലോ ലാപ്ലേസിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോർമുല പഠിച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഓർ ഫൈൻഡ് ദി കൊസൈൻ ട്രാൻസ്ഫോം, ഫൈൻഡ് ദി സൈൻ ട്രാൻസ്ഫോം, ഫൈൻഡ് ദി സൈൻ ഇൻറ്റഗ്രൽ, ഫൈൻഡ് ദി കൊസൈൻ ഇൻറ്റഗ്രൽ. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ഫോർമുല നിങ്ങൾക്ക് അറിയെങ്കിൽ ദെൻ യു ക്യാൻ ഡു ദറ്റ് പ്രോബ്ലം. ഓക്കെ, സോ യു ഷുഡ് സ്റ്റഡി എവറി ഫോർമുല. അബിൻ, യെസ് മാം. എന്താ പറ്റിയേ? അത് ഫോർമുല പറയാത്തെ? നോട്ട് എഴുതിയെടുത്തില്ലേ? ഫോർമുല എഴുതിയെടുത്തില്ലേ? പിന്നെന്താ, പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തല്ലേ, പിന്നെന്താ മറന്നുപോയേ? നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ അപ്പം തന്നെ നിങ്ങൾ ആ ഫോർമുല പഠിച്ചു പോവുക. ഓക്കെ, രാഗിൽ, രാഗിൽ, രാഗിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഞാൻ നിങ്ങളെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ ആബ്സെന്റ് മാർക്ക് ചെയ്യും. രാഗിൽ ഇവിടെ ഇല്ലേ? പ്രതുൽ, Yes, ma'am. Pratul, what is Fourier transform of derivative of f of x? Means Fourier transform of f dash of x is equal to what? I omega into f of x. f of x എന്ന് പറയുന്നത് Fourier transform of f of x. That f is, ആ ഒരു f എന്ന് പറയുന്നത് Fourier transform ആണ്. Fourier transform of f of x, അതാണ് f of x എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, so if you want to find the derivative of a function, means Fourier transform of derivative of a function, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ദി Fourier transform of that function. ആ തന്ന ഫംഗ്ഷൻ്റെ Fourier transform കണ്ടുപിടിക്കുക, then multiply that Fourier transform
into I omega. I omega node Fourier transform multiply ചെയ്താൽ then you will get the Fourier transform of derivative of that function. Okay. Then similarly, what is Fourier transform of f double dash of x? Khadija. Fourier transform of f double dash of x is what? Khadija. I omega. Ah, Yes, ma'am. yeah. I F omega of square. double dash of x equal to I Very good. f So of f that dash is of x. f double dash of x. Fourier transform of f double dash of x is equal to I omega whole square into Fourier transform of f of x. നമ്മൾ എല്ലാ ഓരോ അതായത് ഡെറിവേറ്റീവിൻ്റെ Fourier ട്രാൻസ്ഫോം നമ്മൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമ്മൾ ആരോടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന Fourier ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എല്ലാ ഫോർമുലാസിലും, അതായത് ഇഫ് ഇറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഓർ Laplace transform of f double dash of x, or it is Fourier transform of f triple dash of x. എല്ലാത്തിലും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ Fourier transform of f of x നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. f dash of x ആകുമ്പോൾ we multiply it by I omega, f double dash of x ആകുമ്പോൾ we multiply it by I omega square. Okay, ഇനി f triple dash ആകുമ്പോൾ we multiply it by I omega whole cube. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഫോമുല പഠിക്കേണ്ടത്. കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോമുലാസ് ഒക്കെ പഠിക്കുക കേട്ടോ. സോ റൈറ്റ് ഡൗൺ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay. So right, find the amplitude representation of the function f of t equal to 5 if minus 2 less than or equal to t less than or equal to 2, 0 otherwise. Okay, so this is the question. എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾക്ക് ഇവിടെ Fourier ട്രാൻസ്ഫോം ആണെന്നോ അല്ലെങ്കിൽ Fourier cosine transform, find the sine transform, അങ്ങനെയൊന്നുമല്ല ക്വസ്റ്റ്യൻ ഉള്ളത്. ക്വസ്റ്റ്യൻ is find the amplitude representation of the function. So what is amplitude representation of a function? എന്താണ്? So this is nothing but Fourier transform. Okay, Fourier transform in the same question ആണ് ഇങ്ങനെ ഒരു ഫോമിൽ ചോദിച്ചിട്ടുള്ളത്. Amplitude of representation means you have to find the Fourier transform of the function. ഓക്കെ, ഓർത്ത് വെക്കുക ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. യു ഹാവ് ടു ഫൈൻഡ് Fourier transform of the function. Okay, so the function is given to you, that is f of t is equal to f of x എന്നാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തത്. ബട്ട് ഇവിടെ f of t. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വേരിയബിൾ മാറുമ്പം അപ്പോൾ കംപ്ലീറ്റ് അങ്ങ് മാറാൻ പാടില്ല. f of t ആയിക്കോട്ടെ, എക്സിന് പകരം അവിടെ t തന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഹിയർ ഫംഗ്ഷൻ is f of t which is equal to 5 where minus 2 less than or equal to t less than or equal to 2 and 0 otherwise. Okay, so what we have to find? Fourier transform of the function. So what is Fourier transform of a function? So Fourier transform of f of t ആണ്. So f of t is equal to what? Integral minus infinity 1 by root 2 pi into integral minus infinity to infinity the function multiply by e raised to minus I omega x ഇടയ്ക്കൊക്കെ ഇവിടെ നമുക്ക് t എന്ന് കൊടുക്കാം ഫോർമുലയിൽ. ഓക്കെ, because the function is given in t, in terms of t. Okay, so this is our formula. Fourier transform of f of t is equal to 1 by root 2 pi into integral minus infinity to infinity f of t into e raised to minus I omega t. Okay, now we can find this integral and substitute the function given.
അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതിൻ്റെ റെപ്രസെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, ഏതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമൊക്കെ ഉണ്ട്, ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 5 വേർ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അതർവൈസ്. ഓക്കെ, സോ this is equal to 1 by root 2 pi into here between this -2 and 2 the function is defined as 5. -2 തൊട്ടിട്ട് 2 വരെ ഫംഗ്ഷൻ ഉണ്ട് 5. ബാക്കി ഒരു സ്ഥലത്തും ഫംഗ്ഷൻ വാല്യൂ ഇല്ല. എന്താ, വിച്ച് മീൻസ് ദ ഫംഗ്ഷൻ ഇസ് സീറോ ആണ്. ഫംഗ്ഷൻ വാല്യൂ ഉണ്ട് ബട്ട് ഇറ്റ് ഈസ് 0. ഓക്കെ, അപ്പം നമ്മൾ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഫ്രം -∞ ടു ഇൻഫിനിറ്റി. -∞ തൊട്ട് +∞ വരെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് തന്നിട്ടുള്ളത്, -∞ തൊട്ടിട്ട് -2 നിങ്ങൾ നോക്കുക, ഹിയർ ഇറ്റ് ഈസ് -2 2. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫംഗ്ഷൻ ഉണ്ട്. ഈ -2 തൊട്ടിട്ട് 2 വരെ ദ ഫംഗ്ഷൻ വാല്യൂ ഇസ് 5. Right, -2 to 2 the function value is 5. All other function is 0. ഇവിടെയും 0 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 0 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 0 ആണ്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദ ഇൻറ്റഗ്രൽ ഇസ് 0. ഓക്കെ, -∞ to -2 the integral is 0 and 2 to infinity the integral is 0. Only we have the value between this -2 and 2. ഓക്കെ, അപ്പം നമ്മൾ -∞ തൊട്ടിട്ട് ഇൻഫിനിറ്റി ചെയ്യുന്നതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എഴുതി, ഇങ്ങനെ -2 തൊട്ടിൽ 2 മാത്രം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി, കാരണം അവിടെ മാത്രമേ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ ഉള്ളൂ. ഓക്കെ, സോ -2 to 2 f of t into e raised to -i omega t. Okay, which is equal to 1 by root 2 pi into integral -2 to 2. What is f of t? Here it is 5. അല്ലേ, -2 to 2 the function value is 5. So 5 into e raised to -i omega t. Okay, then this is equal to, we can take this 5 outside, then it is 5 by root 2 pi into integral -2 to 2 e raised to -i omega t dt, and this is equal to 5 by root 2 pi into, what is the integral of e raised to -i omega t? Exponential function. The integral is the exponential function itself and divided by the coefficient of t. So coefficient of t is -i omega. Okay, then 5 by root 2 pi into, we can take this 1 by -i omega outside, then it is e raised to -i omega t, and then the limits are from -2 to 2. Okay, limit കൊടുക്കണ്ട ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ. സോ ദിസ് ഇസ് 5 by root pi into മൈനസ് ഇവിടെ കൊടുക്കാം നമുക്ക് i omega, give the upper limit. നമ്മൾ t വെച്ചിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തത്, സോ വി ഹാവ് ടു ഗിവ് this limit to this t, then you will get what, e raised to -i omega into 2. Upper limit is given minus lower limit, that is e raised to -i omega into -2. Okay, then this is equal to -5 by root 2 pi into i omega into what, e raised to -i omega, 2i omega ഇനോടുക്കുക -2 omega I minus e raised to minus plus sound, then it is 2 omega I. Okay, ഇങ്ങനെ വരും. Then what, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, what, e raised to xi minus e raised to -xi divided by I is equal to what, എന്താ അത്, what is that, e raised to xi minus e raised to -xi divided by I equal to what? അതെന്ത്, ഏത് ഐഡന്റിറ്റി ആയിരുന്നു അത്? anyone? നമ്മൾ പറഞ്ഞല്ലേ, പറഞ്ഞിട്ടുണ്ടായിരുന്നോ? Yes, that is 2 sin x. Very good. Okay, so ആ ഒരു ഫോമിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂലേ? നോക്ക് നിങ്ങൾ. പക്ഷെ ഇവിടെ നോക്ക്, ഫസ്റ്റ് ടേം പോസിറ്റീവാണ് ഇവിടെ, പക്ഷേ ഫസ്റ്റ് ടേം ഇസ് നെഗറ്റീവ്, രണ്ടാമത്തെ ടേമാണ് പോസിറ്റീവ് വരുന്നത്. അപ്പോൾ ഈ ടേമിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതണം. ആദ്യം എപ്പോഴും നമുക്ക് പോസിറ്റീവ് ടേമാണ് വരേണ്ടത് എക്സ്പോണൻഷ്യലിന്. ഓക്കെ,
സോ അതിന് നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, ഈ മൈനസിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. ദെൻ യു വിൽ ഗെറ്റ് വാട്ട്? 5/√2π ഇൻറ്റു ഐ ഒമേഗ. ഐനെ നമുക്ക് ഉള്ളിലെടുക്കണം അല്ലേ? സോ ഐനെ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ദാറ്റ് ഈസ് ഈ ഒരു മൈനസിനെ കൊണ്ട് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ വിൽ ഗെറ്റ് -e⁻²⁻2ωi പ്ലസ് e⁻²2ωi/i. Okay, so this is equal to 5/√2π omega into, നമുക്ക് ഇത് ആദ്യം എഴുതാം, e⁻²2ωi മൈനസ് e⁻²-2ωi divided by i. ഓക്കെ, നമ്മൾ ഈ പോസിറ്റീവ് ടേമിനെ ഫസ്റ്റ് എഴുതി, മൈനസ് e⁻²-2ωi. So this is equal to what? 5/√2π omega into, ഇതെന്താ? This is 2 sin 2 omega, right? അല്ലേ? e⁻xi minus e⁻−xi divided by I is 2 sin x. Okay, so here നമുക്ക് എന്താ ഉള്ളത്? The I ന്റെ coefficient x ആയതുകൊണ്ട് sin x. Here the coefficient of I is 2 omega. So this is 2 sin 2 omega. Okay, so the answer is 5/√2π omega into 2 sin 2 omega എന്ന് വരും. That is 10 sin 2 omega divided by √2π omega is the answer. 10 sin 2 omega into √2π omega. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്തു പോകണേ. ഓക്കെ, സോ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് our last topic of our 5th module. Okay, last module last topic ആണ്, that is convolution. Okay, so what is convolution of f of x and g of x? If f of x and g of x are two function, then f convolution g of x is equal to what? എന്തായിരുന്നു? f convolution g of x is equal to what? Who can say? f convolution g of x, fഉം ജിയും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ കൺവല്യൂഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള മീൻസ് അതിൻ്റെ ഫോർമുല എന്താ? f convolution g of x is equal to what? സിക്ത? Yes, ma'am. What is f convolution g of x? Integral 0 to x f of x minus u into g of u du. വെരി ഗുഡ്. സോ നിങ്ങൾ എപ്പോഴും തെറ്റ് വരുത്തുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം ഫോർമുലയൊക്കെ നമുക്കറിയാം. ഇൻറ്റഗ്രൽ എഫ് ഓഫ് യു ഇൻറ്റു സം ജി ഓഫ് എക്സ് മൈനസ് യു ഡി യു, കറക്റ്റ് ആണ്, അത് തന്നെയാണ്. പക്ഷെ നമുക്ക് എവിടെ കൺഫ്യൂഷൻ എപ്പോഴും വരുവാന്നറിയോ? ആ ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എപ്പോഴും വരിക. സോ ഹിയർ ദ ലിമിറ്റ് ഈസ് ഫ്രം -∞ to ∞. ഓക്കെ, സോ എഫ് കൺവല്യൂഷൻ ജി ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കൺവല്യൂഷൻ. സോ കൺവല്യൂഷൻ്റെ ഫോർമുല, രണ്ട് ഫംഗ്ഷൻസ്, ഇഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ ഫംഗ്ഷൻസ്, ദെൻ വി കമ്പൈൻ ദാറ്റ് ഫംഗ്ഷൻസ് യൂസിങ് കൺവല്യൂഷൻ. ഓക്കെ, ദാറ്റ് ഈസ് എഫ് കൺവല്യൂഷൻ ജി ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കൺവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരാൾക്ക് യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ കൊടുക്കും, അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾക്ക് എക്സ് മൈനസ് യു എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ കൊടുക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിപ്പം ഒരു പി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പം ഒരു വേരിയബിൾ പി ആണെങ്കിൽ, അതായത് ഒരു ഫംഗ്ഷൻ എഫിന് പി ആ കൊടുക്കുന്നതെങ്കിൽ മറ്റേ ആൾക്ക് എന്ത് കൊടുക്കാം? എക്സ് മൈനസ് പി കൊടുക്കാം. ഓക്കെ, സോ അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എഴുതാണ് കൺവല്യൂഷൻ. നിങ്ങൾ അതിൻ്റെ ഫോർമുല ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കുക. നമുക്കിപ്പോൾ ഇവിടെ ആവശ്യം എന്താ വെച്ചാൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് ടു ഫംഗ്ഷൻ, അതാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, നല്ല എളുപ്പമാണ്. മീൻസ് you have two function f of x and g of x,
then you can find the Fourier transform of convolution of this f of x and g of x. Convolution the Fourier transform എങ്ങനെ കണ്ടുപിടിക്കാം? So listen, we have convolution theorem, and that theorem says, ഇത് നിങ്ങൾ എഴുതിയെടുക്കണേ, convolution theorem. So by convolution theorem, Fourier transform of f of x convolution g of x is equal to what? Root 2 pi into Fourier transform of f of x into Fourier transform of g of x. So this is convolution theorem, and this is the formula for finding what? Convolution, Fourier transform of convolution of two function. Think f of x is a function theorem, and you have g of x, another function. Then you can find the Fourier transform of convolution of this two function. Okay, so the formula is root 2 pi into Fourier transform of f of x into Fourier transform of g of x. So f of x is given, then you can find Fourier transform of f of x using the transform formula, right? And also g of x is also given, then you can find Fourier transform of this g of x by using the Fourier transform formula. Okay, then you will get the Fourier transform of f of x and Fourier transform of g of x. Then multiply what? Root 2 pi into this Fourier transform of f of x into Fourier transform of g of x. Then you will get Fourier transform of f convolution g of x. Okay, then നമുക്ക് എങ്ങനെയും കൂടി എഴുതാം. It is Fourier transform of f convolution g of x, and this is equal to root 2 pi into Fourier transform of f of x. നമുക്ക് എങ്ങനെ represent ചെയ്യാം? നമ്മൾ f of x എന്ന് പറഞ്ഞൊരു function, if we convert this function using Fourier transform, then the answer is in terms of omega, right? So f of x in the Fourier transform is f of omega, and into the Fourier transform of g of x, we can represent it as g of omega. Okay, so this is the formula. So clear now how to find Fourier transform of convolution of two function? Clear ആണോ? രണ്ട് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൺവല്യൂഷൻ മീൻസ് Fourier transform of convolution എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അബിൻ ഇത് മനസ്സിലായോ? അബിൻ Yes, ma'am. മനസ്സിലായത്? ക്ലിയർ ആണോ അബിൻ? Yes, ma'am. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. ഓക്കെ, so the question is, using convolution theorem, find the Fourier transform of f of x convolution g of x, where f of x equal to e raised to minus ax, where x greater than 0 and 0 if x less than 0. Okay, and g of x equal to e raised to 2ix, and where minus 1 less than x less than 1 and 0 otherwise. So this is the question. Using convolution theorem, find the Fourier transform of f of x convolution g of x. So you have to find the Fourier transform of f of x convolution g of x, and f of x is given as e raised to minus x where x greater than 0 and 0 if x is less than 0. Okay, and g of x is given as g of x is equal to e raised to 2ix, where minus 1 less than x less than 1 and 0 otherwise. Okay, so here you have to find the Fourier transform of
f of x into, sorry, f of x convolution g of x, and we know the formula is what? Root 2 pi into Fourier transform of f of x into Fourier transform of g of x. നിങ്ങളൊന്ന് ചെയ്തേ. F of x തന്നിട്ടുണ്ട് and g of x is given. First you find what? Fourier transform of f of x, and after that find Fourier transform of g of x. ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. Okay, so f of x is this and g of x is this. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? Fourier transform കണ്ടുപിടിക്കുക. f of x ന്റെ Fourier transform. Fourier transform of f of x which is equal to Fourier transform കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? It is 1 by root 2 pi into integral minus infinity to infinity f of x into e raised to I omega x dx. So substitute your f of x here. ലിമിറ്റ് നോക്കുക. ലിമിറ്റ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയാണ്. പക്ഷെ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ അങ്ങനെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെ വാല്യൂ ഉണ്ടാവണമെന്നില്ല. കുറേ വാല്യൂ സീറോ ആയിരിക്കും. അപ്പോൾ അത് എവിടെ തൊട്ടിട്ടാണെന്നൊക്കെ നോക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. Okay, so here നിങ്ങൾ നോക്കുക, x is greater than 0, the value is e raised to minus x, right? അതായത് 0 തൊട്ടിട്ട് ഉള്ള വാല്യൂ, 0 തൊട്ടിട്ടുള്ള എല്ലാ എക്സും, 0നേക്കാൾ വലിയ എല്ലാ എക്സിനും വാല്യൂ ഉണ്ട്. അതായത് 0 തൊട്ടിട്ട് വലുത് എന്ന് പറയുമ്പോൾ 0 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ ദ ഫംഗ്ഷൻ വാല്യൂ ഇസ് ഗിവൺ. പക്ഷേ എക്സ് ഇസ് ലെസ് ദാൻ 0, 0നേക്കാൾ ചെറിയ എക്സ് വാല്യൂസിനൊക്കെ എന്താണ്? ഫംഗ്ഷൻ വാല്യൂ ഇസ് 0 ആണ്. അപ്പം ആ ലെസ് ദാൻ 0ന്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. അപ്പം നമ്മൾ എവിടെ തൊട്ട് എവിടെ വരെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? 0 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക and find the Fourier transform of f of x. Similarly, you can find Fourier transform of g of x, and g of x എവിടെ തൊട്ട് എവിടെ വരെ ഡിഫൈൻ ചെയ്ത് നോക്കുക? -1 തൊട്ട് 1 വരെ മാത്രമേ ഡിഫൈൻ ചെയ്യാൻ മീൻസ് എല്ലാത്തിനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ബട്ട് ഹിയർ ദ വാല്യൂ ഇസ് 0 for other. Okay, so integrate it from -1 to 1, then you will get the answer. ചെയ്ത നിങ്ങൾ അറ്റൻഡൻസ് വരാം. 1 1 അഭിജിത്ത് കെ absent. 3 Yes, ma'am. Ma'am, അഭിജിത്ത് കെ പറഞ്ഞു കേട്ടില്ല. അഭിജിത്ത് കെ പി Present, ma'am. then 4 അഭിരാഗ് 4 ഉണ്ടോ അഭിരാഗ്? ആദ്ര, അഭിജിത്ത് കെ പി പ്രസന്റ്. then അഭിരാഗ്. okay, അബിൻ 5 6 present ma'am 7. present 8 9 10 11 12 13 14 15 16 17 18
19, 20. 20 ഉണ്ടോ? 20. 21, 21, Chandana, 22, Dia C, 22, 23, 23. 24. 20, 25. 26, 27, 27. 28, 29. 30. 31. 32. 33. 35. 36. 37. 33 ഉണ്ടോ? 33, ഓക്കെ, ജഹിൻ ഉണ്ടല്ലേ. 33, 35, 36, 37, 38, 38, 39. 40, 41. 43. 44. 45. 46. 48, Suryananda, Vinaya, 49. 49. so the absent is Suryananda, Rishal, Rakil, Abhirag. Okay, answer കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, ചെയ്തോ? ഇവിടെ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ ആൻഡ് f of x is defined from 0 to infinity. All other value are 0. So 0 to infinity. X is greater than 0 means it is 0 to infinity e raised to minus ax into e raised to minus I omega x dx. Okay, then this is equal to 1/√2π into integral 0 to infinity. Both are exponential functions, so അതിൻ്റെ പവറിനെ നമുക്ക് ഒന്നിച്ചെടുക്കാം. സോ എ എക്സ് പ്ലസ് മൈനസ് ഐ ഒമേഗ എക്സ്, ദെൻ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എ എക്സ്, ദെൻ വാട്ട്, മൈനസ് പ്ലസ് മൈനസ് ഇറ്റ് ഇസ് മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഈ ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ഒക്കെ ആകുമ്പം എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എപ്പോഴും നമ്മളൊരു മൈനസ് പുറത്തെടുത്ത് വെക്കുക. Then you can find the limits of this integral easily. Okay, so minus പുറത്തെടുത്താൽ വേറെ എന്താ, എക്സ് കോമൺ ആയിട്ടുണ്ട്. സോ എക്സ് ഓൾസോ വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. ദെൻ യു വിൽ ഗെറ്റ് വാട്ട്, മൈനസ് പുറത്തെടുത്താൽ എ പ്ലസ് ഐ ഒമേഗ ഇൻറ്റു എക്സ്, റൈറ്റ്? രണ്ടെന്നും എക്സ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ആൻഡ് വി ഓൾസോ ടേക്ക് വാട്ട്, ടേക്കൺ ദ മൈനസ് ഔട്ട് സൈഡ്. ഓക്കെ, dx, and this is equal to 1/√2π into what is integral of e raised to minus a plus I omega x. So exponential function, so the integral is the same function itself divided by the coefficient of x, that is minus of a plus I omega, and give limit 0 to infinity.
Okay, and this is equal to what? So this is equal to 1 by root 2 pi into this 1 by minus of a plus I omega. This is a constant. So we can take that constant outside, then you will get 1 by minus of a plus I omega into e raised to minus of a plus I omega into x, then give upper limit and lower limit. Okay, and this is equal to 1 by root 2 pi into 1 by minus of a plus I omega into give upper limit, that is infinity, then you will get what? E raised to minus infinity, right? If you give this x as infinity, then this will become e raised to minus infinity. So e raised to minus infinity is what? 0. Okay, so upper limit കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 0 ആണ് കിട്ടുക. Minus, again the lower limit is 0. And if you give this 0 for this x, then you will get e raised to 0. So e raised to 0 is 1. Okay, and the answer വരുമോ? This is 1 by root 2 pi into 1 by minus of a plus I omega into minus 1. Okay, so ഈ minus 1 കൂടെ cancel ആയിട്ട് the answer is 1 by root 2 pi into a plus I omega. So this is what? ഇതാണ് നിങ്ങളുടെ f of Fourier transform of f of x. Similarly, you can find Fourier transform of g of x. Fourier transform കിട്ടിയിട്ടുണ്ടോ? ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ? Fourier transform of f of x കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പം ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? Fourier transform of g of x കൂടെ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഒരു ഫോർമുല, നമ്മൾ കൺവല്യൂഷൻ്റെ ഫോർമുല എഴുതിയിട്ട് അതിലോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ. നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയ ഒരു പ്രോബ്ലം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു നിങ്ങൾ S2 മാത്സ്. ഓക്കെ, വെക്ടർ കാൽക്കുലസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോം ആണ് നിങ്ങളുടെ പേപ്പറിൻ്റെ പേര്. സോ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പ്രോബ്ലം ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. പക്ഷെ നിങ്ങളൊന്ന് ചെയ്യുക, നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക, ഞാൻ ചെയ്തു തരും. അപ്പം നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, തെറ്റിയെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, താങ്ക് യു.